ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു കുഞ്ഞു ഷോപ്പിംഗ് വീഡിയോയാണ്. നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് ടിപ്സാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വന്ന എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിലേക്ക് പോകാം. ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഏതാ സ്ഥലം എന്ന്. അപ്പോൾ ഒരു സാധനം നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ ഭംഗി കണ്ടു വാങ്ങാതെ അതിൻ്റെ ആവശ്യം എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അതിന് എത്രത്തോളം സൗകര്യമുണ്ട് വയ്ക്കാനായിട്ട് എന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് വേണം നമ്മൾ ഓരോ സാധനങ്ങളും വാങ്ങുവാനായിട്ട്. ഇപ്പോൾ ഗ്രോസറി പോലുള്ള സാധനങ്ങൾ കുഴപ്പമില്ല, ബാക്കി നമ്മൾ പെർമനൻ്റായിട്ട് വീട്ടിലേക്ക് വാങ്ങുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് സമയമെടുത്ത് വേണം ഷോപ്പ് ചെയ്യാനായിട്ട്. പിന്നെ ഷോപ്പിങ്ങിന് പോകുന്നതിന് മുൻപായിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ആവശ്യമുള്ളവ മാത്രം വാങ്ങാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യുക, ഇത്ര എമൗണ്ടിനുള്ളിൽ ഷോപ്പിംഗ് കംപ്ലീറ്റ് ആക്കും എന്നുള്ള രീതിയിലൊന്ന് അങ്ങനെയും തീരുമാനിക്കുക. പിന്നെ നമ്മൾ ഷോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ വിലയൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക. ഒരേ സാധനം തന്നെ പല ഷോപ്പുകളിൽ നോക്കൂ, അപ്പം നമുക്കറിയാം ചെറിയ വ്യത്യാസമൊക്കെ കാണും. പിന്നെ ഓഫർ, ഡിസ്കൗണ്ട് എന്നിവയൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോഴും ആവശ്യമില്ലാത്തത് നമ്മൾ കയറി ഓഫറിന് കണ്ടതുകൊണ്ട് മാത്രം വാങ്ങരുത്. നമുക്ക് ആവശ്യമുള്ളവയാണെങ്കിൽ മാത്രമേ ഓഫറിലാണെങ്കിലും ഡിസ്കൗണ്ടിലാണെങ്കിലും കിട്ടുവാണെങ്കിൽ നമ്മൾ വാങ്ങാൻ പാടുള്ളൂ. പിന്നെ ഗുണനിലവാരം, അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. വിലയേക്കാൾ പ്രധാനമാണല്ലോ അത്. കാരണം നമ്മൾ വില കുറച്ച് വാങ്ങിയിട്ട് അത് വലിയ ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ് വീട്ടിൽ കൊണ്ടുവന്ന് 2 ഉപയോഗത്തിനുള്ളിൽ നാശമായി പോയിട്ടുണ്ടെങ്കിൽ അതും വിഷമമാണ്. അതുകൊണ്ട് നല്ല സാധനങ്ങൾ നോക്കി വാങ്ങാനായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ റിട്ടേൺ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് പോളിസിയൊക്കെ ഒന്ന് അറിയിച്ചേക്കുക. കാരണം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഏതെങ്കിലും കാരണവശാൽ ഒന്ന് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ ഉണ്ടാവാതിരിക്കാൻ സമയമെടുത്ത് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അങ്ങനെ ഉണ്ടായാൽ തന്നെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ തിരിച്ചൊന്ന് കൊണ്ടുപോയി മാറണം എന്ന് വല്ലിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ നമ്മൾ ഷോപ്പിലൊന്ന് അറിയിച്ചിട്ട് കൊണ്ടുപോരുക. പിന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യാതെ വാങ്ങാനേ പാടില്ല. പിന്നെ പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ല് നമ്മൾ നിർബന്ധമായിട്ട് സൂക്ഷിക്കുക. നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വന്നേക്കാം. എനിക്കങ്ങനെ ആവശ്യം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ നമ്മളിങ്ങനെ എന്തെങ്കിലും കണ്ട് നമ്മൾ പെട്ടെന്ന് ആവേശത്തിലങ്ങ് വാങ്ങാതെ സമയമെടുത്ത് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്കൊരു മുൻഗണന നൽകണം. അല്ലാണ്ട് നമ്മുടെ കൂടെയുള്ളൊരു അത് വാങ്ങുക, അങ്ങനെ ചെയ്ത് വാങ്ങുക, അങ്ങനെ പറയുന്നത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ ആവശ്യങ്ങൾ നമുക്കാണ് അറിയാം, ആഗ്രഹവും തമ്മിൽ അതനുസരിച്ച് മാത്രം ആവശ്യം അറിഞ്ഞ് നമ്മൾ സാധനങ്ങൾ വാങ്ങുക. ആഗ്രഹം അറിഞ്ഞ് സാധനങ്ങൾ വാങ്ങി നമുക്ക് പല ആഗ്രഹങ്ങളും വലിയ ആഗ്രഹങ്ങളൊക്കെ കാണും. അതനുസരിച്ച് ഷോപ്പ് ചെയ്യാൻ ചിലപ്പോൾ ആദ്യം ഷോപ്പ് ചെയ്യുമ്പോൾ നമ്മളത് നോക്കത്തില്ല. എല്ലാ സാധനങ്ങളും വാങ്ങി കൂട്ടി കഴിയുമ്പോൾ ചിലപ്പോൾ ലാസ്റ്റ് നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടായെന്ന് വരത്തില്ല. അതുകൊണ്ട് ആദ്യം ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ വളരെ മിതമായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കയ്യിലെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ ഓരോ സാധനങ്ങളും വാങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ ഓൺലൈനായിട്ടൊക്കെയാണ് സാധനങ്ങൾ വാങ്ങുന്നതെങ്കിൽ റിവ്യൂസ് നോക്കി മാത്രം വാങ്ങുക. ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂസൊക്കെ താഴെ ഉണ്ടാവും. ആ ഒരു നമ്മൾ തിരഞ്ഞെടുത്ത് സെലക്ട് ചെയ്ത സംഭവത്തിൻ്റെ താഴെയായിട്ട് കാണിക്കും. അപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ആണെങ്കിൽ റിവ്യൂസ് നോക്കി മാത്രം വാങ്ങുക. പിന്നെ കുട്ടികളോടൊപ്പമാണ് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നതെങ്കിൽ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വയ്ക്കുക, ചിലവ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഏകദേശം കുട്ടികളെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോവുക. അല്ലെങ്കിൽ നമ്മൾ അതിന് കൃത്യമായൊരു പ്ലാനിങ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. പിന്നെ നമ്മൾ ഈ വാങ്ങാൻ ചെല്ലുന്ന സ്ഥലത്ത് ഇപ്പം വലിയ ഷോപ്പിംഗ് സെൻറ്ററുകളിലൊക്കെ ആണെങ്കിൽ ഒത്തിരി നേരം അവിടെ ചിലവഴിക്കുന്നത് അങ്ങ് ഒഴിവാക്കുക. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പെട്ടെന്ന് നമ്മൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയയിൽ തന്നെ പോയി എല്ലാം തപ്പിപ്പിടിച്ച് വേഗം ഇറങ്ങിപ്പോൾ മറ്റുള്ള സംഭവങ്ങളിലേക്ക് നമ്മുടെ കണ്ണ് പാളാതിരിക്കും. അപ്പോൾ സ്റ്റോറിൽ സമയം ഒത്തിരി നേരം ചിലവഴിച്ചാൽ നമ്മുടെ ചിലവ് വർദ്ധിക്കും, നമ്മുടെ ബഡ്ജറ്റ് തകരാറിലാവും. പിന്നെ ചിലവ് കുറയ്ക്കുന്നത് ഒരു ദാരിദ്ര്യമാണെന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അത് കുറയ്ക്കുന്നത് ബുദ്ധിയാണെന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയത്തുള്ളൂ. ചിലവ് കുറയ്ക്കുന്നത് കണ്ണതെല്ലാം വാങ്ങി നമ്മുടെ കയ്യിലുള്ള പൈസ വെറുതെ കളയുന്നതിനേക്കാളും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങുന്നത് ഒരു ബുദ്ധിയാണ്. അതൊരു ദാരിദ്ര്യമായിട്ടോ അല്ലെ ഇല്ലായ്മയായിട്ടോ കാണേണ്ടതില്ല. പിന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ സീസണൽ സാധനങ്ങൾ, അതായത് നമുക്ക് ചില ഫ്രൂട്ട്സ് ഒക്കെ അല്ലെങ്കിൽ ചില സീസണലായിട്ട് വെജിറ്റബിൾസ് ഒക്കെ കാണുമല്ലോ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളത് ആ സമയത്ത് വാങ്ങുവാണെങ്കിൽ ചിലപ്പോൾ അപ്പോൾ മാത്രമല്ലേ അത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് വിലക്കുറവൊക്കെ കാണും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ
ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ചില ഓഫറുകളൊക്കെ മിക്കവാറും ഷോപ്പുകളിലൊക്കെ കാണും. അതും ഒന്ന് താരതമ്യം ചെയ്തിട്ട് കയറാൻ ശ്രമിക്കുക. ഫെസ്റ്റിവൽ ഓഫറുകളൊക്കെ മുൻകൂട്ടി ഒന്ന് പ്ലാൻ ചെയ്ത് വയ്ക്കുക. പിന്നെ വസ്ത്രങ്ങളൊക്കെ വാങ്ങുമ്പോഴാണെങ്കിൽ നമ്മൾ ഇട്ട് നോക്കി കറക്റ്റാണോ, കറക്റ്റ് സൈസാണോ, അതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയിട്ട് വാങ്ങാവുള്ളൂ. അതുമാത്രമല്ല, നമ്മൾ ഡെയിലി യൂസിനൊക്കെയാണ് വാങ്ങുന്നതെങ്കിൽ ഫാഷൻ മാറിയാലും പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്നവ വാങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം ഡെയിലി യൂസിനൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഈ ട്രെൻഡിനനുസരിച്ച് എപ്പോഴും വസ്ത്രം വാങ്ങിക്കൊണ്ടിരിക്കൽ ബുദ്ധിമുട്ടാകും. അപ്പം സ്ഥിരമായിട്ട് നമുക്ക് കുറേ നാളുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതൊക്കെയാണിപ്പം പ്രധാനമായിട്ട് നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന കുറച്ച് സാധനങ്ങളായിട്ടോ നിങ്ങൾ ഈ കാണുന്നത്. കുറച്ച് പാത്രങ്ങൾ. ഈ വീഡിയോ നേരത്തെ എൻ്റെ ചാനലിലുള്ള വീഡിയോസൊക്കെ കണ്ട് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും. നമ്മളൊരു കുഞ്ഞു വീടൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ വീട് പണി തീരുമ്പോഴേക്കും ഞാൻ എല്ലാ മാസവും ഒരു ചെറിയ ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ട്. ആ ബഡ്ജറ്റിനുള്ളിൽ ഞാനൊരു ഷോപ്പിംഗ് നടത്തും എല്ലാ മാസവും. കാരണം ഒന്നിച്ച് നമ്മൾ ആ സമയത്ത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവണമെന്നില്ല. കാരണം വീട് പണിയൊക്കെ ചെയ്യുന്നവർക്കറിയാം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മളിതെല്ലാം വാങ്ങാൻ നിന്നിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാകത്തില്ല. ഞാൻ എല്ലാ മാസവും ഒരു നിശ്ചിത എമൗണ്ടിന് പർച്ചേസ് ചെയ്യുവാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതുകൊണ്ടാണ് ഓൺലൈനായിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിയതിൻ്റെ വീഡിയോസ് ഈ ചാനലിൽ കിടക്കുന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഞാനതൊന്നും ഇപ്പോൾ നമ്മൾ താമസിക്കുന്നിടത്ത് ഉപയോഗിക്കുന്നേ ഇല്ല. കാരണം അവിടെ ചെല്ലുമ്പോൾ ഉപയോഗിക്കാമല്ലോ എന്നുള്ള രീതിയിൽ. നമ്മളെന്താണെങ്കിലും പുതിയ വീട്ടിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വേണമെന്ന് നമ്മൾ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുമല്ലോ. അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള സാധനങ്ങളാണ് കേട്ടോ നമ്മൾ വാങ്ങിയിരിക്കുന്നതെല്ലാം. അപ്പം നമുക്കിവിടെ അടിമാലിലൊരു ചെറിയ സ്മാർട്ട് ബസാർ റിലയൻസിൻ്റെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു തവണ ഞാൻ പോയായിരുന്നു. പപ്പയുടെ കൂടെ പോയിരുന്നു. പക്ഷേ ഞാനൊന്നും വാങ്ങിയില്ല, ഒരു സാധനവും വാങ്ങിയില്ല. എല്ലാം നോക്കി കണ്ടിട്ട് ഞാൻ ഇറങ്ങി. അവിടെ എന്തൊക്കെ സാധനമുണ്ട്, എങ്ങനെയൊക്കെയാണ് വില എന്നൊക്കെ ഞാൻ നോക്കി കണ്ട് പഠിച്ചിട്ടിങ്ങ് പോന്നു. അതിനുശേഷം അവിടെ ഉള്ള സാധനങ്ങൾ, എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളും കൂടെ തട്ടിച്ച് നോക്കി ഞാനൊരു ലിസ്റ്റൊക്കെ തയ്യാറാക്കി. അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങി. പിന്നെ കുറച്ച് ഈ ആഴ്ചത്തെ മീൽ പ്ലാനിങ്ങിലേക്കുള്ള കുറച്ച് ഗ്രോസറി ഐറ്റംസ്, പച്ചക്കറികളും അതും ഇതൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളൂടെ വാങ്ങിയാണ് പോകുന്നത് കേട്ടോ. അപ്പം എന്നിട്ടും ഞാൻ പ്ലാൻ ചെയ്തു പോയ ഒരു എമൗണ്ടിൽ നിന്ന് ചെറിയ വ്യത്യാസമൊക്കെ സംഭവിച്ചു. ഞാൻ കൃത്യമായി ആദ്യം പോയി നോക്കി എല്ലാം കണ്ട് മനസ്സിലാക്കി വന്നിട്ടും കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പോയിട്ടും ഗ്രോസറി ഷോപ്പിംഗ് വന്നപ്പോൾ നമ്മുടെ മക്കളൊക്കെ കൂട്ടത്തിലുള്ളപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ കാണുമ്പം ആഗ്രഹം പറയില്ല. അപ്പം നമ്മൾ മേടിച്ച് തരില്ല എന്നൊന്നും പറയാൻ മനസ്സ് വരത്തില്ല. മുഴുവനായിട്ടൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിലും അവരുടെ ഇഷ്ടത്തിനോട് കുറച്ച് സാധനങ്ങൾ, 1-2 സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിലയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബഡ്ജറ്റ് ചെറുതായിട്ടൊന്ന്, വലിയ എമൗണ്ടിനൊന്നും ചെറുതായിട്ടൊന്നും തകരാറിലായി. അതാണ് നമ്മൾ പറയുന്നത്. കുട്ടികളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് തന്നെ പോവുക. എന്ന് വെച്ചാൽ അവർക്കൊന്നും മേടിച്ചു കൊടുക്കാതെ ഒന്നും കൊണ്ടുവരണം എന്നല്ല. അപ്പോൾ അതിനൊരു കരുതലോടുകൂടി പോവുക. ബഡ്ജറ്റിലൊരു എക്സ്ട്രാ എമൗണ്ട് ആഡ് ചെയ്തേക്കുക. അങ്ങനെ. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആയിരുന്നു കേട്ടോ അവിടെ നിന്നെല്ലാം കിട്ടിയത്. അപ്പം നമുക്ക് ഈ ആഴ്ചത്തേക്കുള്ള മീൽ പ്ലാനിങ്, ഇത് വെച്ചിട്ടുള്ള മീൽ പ്ലാനിങ് ഒക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാൻ സമയം കിട്ടിയത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള മീൽ പ്രപ്പൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞാൻ വാങ്ങിയത്. പിന്നെ മറ്റേ ഐസ് ട്രേ ഒത്തിരി ഉപകാരമാണ് കേട്ടോ. അത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ എപ്പോഴും ടിന്നിനകത്ത് അടച്ചാണ് വെച്ചിരുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും എടുക്കുമ്പോൾ ഉറച്ചൊക്കെ ഇരിക്കും, നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാകും. ഇതാണെങ്കിൽ നമുക്ക് ഓരോ ട്രേയിൽ കൂടെ വെക്കുവാണെങ്കിൽ അത് കട്ടിയായി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സിപ്ലോ കവറിലേക്ക് മാറ്റി ഓരോന്നായിട്ട് എടുത്ത് സിപ്ലോ കവറിൽ മാറ്റി നമുക്ക് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാം. അതല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ വെച്ചിരുന്നാലും മതി. പിന്നെ മീഷോയിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്തിട്ട് എനിക്കിതുവരെ അങ്ങനെ മോശം അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ച രീതിയിലും അതേ ക്വാളിറ്റിയിലും ഒക്കെ എനിക്ക് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. 1-2 ചെറിയ ഇതൊക്കെ വന്നിട്ടുള്ളൂ. അതൊക്കെ ആ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി ആ വീഡിയോസൊക്കെ ഒന്ന് കാണുക. നമ്മുടെ പ്ലേലിസ്റ്റിലായിട്ട് കിടപ്പുണ്ട്. പിന്നെ ചില സാധനങ്ങൾ നമുക്ക് ഓൺലൈനിലൊന്നും വരുത്തില്ല. അതിൻ്റെ വലിപ്പമൊക്കെ നമ്മൾ ആ പിക്ചറിൽ കാണുന്ന ആ വലിപ്പമൊന്നും ചിലപ്പോൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ സാധനത്തിനുണ്ടാവില്ല. ഇപ്പോൾ കുക്കർ പോലുള്ള സാധനങ്ങളാണ് നമുക്ക് അളവ് മെൻഷൻ ചെയ്ത് കൊടുക്കുക. അല്ലാത്ത ചില സാധനങ്ങൾ നമ്മൾ വലിപ്പത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ആ പിക്ചർ ഭയങ്കര വലുതായിട്ട് തോന്നുമെങ്കിലും നമ്മുടെ കയ്യിലേക്ക് ആ പ്രോഡക്റ്റ് കിട്ടിക്കഴിയുമ്പം ചെറുത്. അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് എനിക്ക് നേരിട്ട് പോയി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിടണമെന്ന് തോന്നി. കാരണം
ചിലതൊക്കെ നമ്മൾ നോക്കി നമ്മുടെ കൈകൊണ്ട് തന്നെ സെലക്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നി. അങ്ങനെയുള്ള സാധനങ്ങൾക്കും ഞാൻ വേറൊരു ലിസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പോയി ഇപ്പോൾ കംഫർട്ടർ സിംഗിളിൻ്റെയും ഡബിളിൻ്റെയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ തന്നെ നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചിട്ട് അതിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന്, നല്ല സാധനങ്ങൾ കിട്ടും കേട്ടോ, ഇല്ലെന്നല്ല, എങ്കിലും എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നും അറിയത്തില്ല. പിന്നെ ഇതൊക്കെ വലിയ സംഭവങ്ങളൊക്കെ ആകുമ്പോൾ അത് റിട്ടേൺ അടിക്കാനൊക്കെ പാടാവും. അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഷോപ്പിൽ പോയി വാങ്ങാമെന്ന് വിചാരിച്ചത്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എന്നെ സംബന്ധിച്ച് എൻ്റെ സ്വഭാവമാണ് കേട്ടോ, എനിക്ക് ചില സാധനങ്ങളൊന്നും അങ്ങനെ ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ കടയിൽ പോയി തന്നെ വാങ്ങിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഷോപ്പിങ്ങിനെ കുറിച്ച് ഇത്രയൊക്കെയാണ് കേട്ടോ പറയാനുള്ളത്. പിന്നെ പപ്പയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. നമ്മൾ ബർത്ത്ഡേ ഒക്കെ ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തടുത്തേക്ക് വേറൊരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോകാനുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കേക്കൊക്കെ മുറിച്ച് ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അങ്ങനെ സന്തോഷമായിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. അപ്പം പേരൻസൊക്കെ അവരൊക്കെ നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നവരല്ലേ. നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരുപാട് അധ്വാനിച്ചും ഒക്കെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഈ ഒരു ദിവസമൊക്കെ നമ്മൾ പ്രത്യേകം ഓർത്ത് വെക്കുകയും അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമാണല്ലോ. അല്ലാണ്ട് കുറേ കാലങ്ങൾക്ക് ശേഷം നമുക്ക് അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു എന്നൊന്നും വിചാരിക്കുന്നതിനേക്കാൾ അവർ നമ്മുടെ മുന്നിലുള്ളപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കും. അപ്പം ചെറിയ കാര്യങ്ങളാണെങ്കിലും അതൊക്കെ ചെയ്തു കൊടുക്കാൻ നമ്മുടെ പേരൻസ് നമ്മുടെ കൂടെ ഉള്ളപ്പം നമ്മൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. അവരുടെ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിലെ വലിയ അനുഗ്രഹമായിട്ട് മാറുന്നത്. നമുക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന, മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരുപാട് കാരണവന്മാരുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ പപ്പയും മമ്മീനെ സംബന്ധിച്ച് അവരങ്ങനെയൊരു പേരൻസാണ് കേട്ടോ. മക്കളുടെ സന്തോഷം അതാണ് അവരുടെ സന്തോഷം, അങ്ങനെ ജീവിക്കുന്നവരാണ്. അപ്പം അവരുടെ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമ്മൾ മാക്സിമം സന്തോഷപ്രദമാക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഒരു കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് പപ്പയുടെ തറവാട്ടിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അവിടെയും ചെറിയ ആഘോഷങ്ങളുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. പപ്പയുടെ ചേട്ടനനിയന്മാർ, മക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് ഒരു ചെറിയ ആഘോഷത്തിന് വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് കേക്കൊക്കെ മുറിച്ച് പെട്ടെന്നൊക്കെ സമ്മാനമൊക്കെ മാറി നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുള്ള വീഡിയോകളാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. ഇപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ ചെറിയ പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പിന്നീട് നല്ല രീതിയിൽ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ചെറിയ ചാനലിന് ഇത്രത്തോളം സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസുമായിട്ട് വരുവാൻ ഞാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഇടയ്ക്ക് ഇതുപോലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഫാമിലി മൊമെൻറ്റ്സും ഒക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റിലൂടെയൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഈ കുഞ്ഞു വീഡിയോ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.